ലൈഫിൽ ആൾക്കാർ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ നല്ല സമയമെടുക്കും. എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ക്ലിനിക്കലി OCD ഡയഗ്നോസ് ചെയ്യുന്നത്. ഈ നമ്മളൊക്കെ കേൾക്കുന്ന വൃത്തിഭ്രാന്തിന് പുറമെ ഒബ്സസീവ് തോട്ടും ആങ്സൈറ്റിയും റിപ്പീറ്റേറ്റീവ് ആക്ഷനും കാരണം ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു പ്രാർത്ഥന. സത്യം പറഞ്ഞാൽ ഒരു തരം ഒളിച്ചോട്ടം. പക്ഷെ ഇതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തൊക്കെ പ്രാന്താ ഞാൻ ഈ പറയുന്നതല്ലേ. OCD ഇല്ലാത്ത ഒരാൾക്ക് അതുള്ള ഒരാൾ അംഗീകരിക്കൽ എളുപ്പമല്ല. എന്നാ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാനെങ്കിലും പറ്റണേന്നാണ് ഞാൻ വിചാരിക്കാറ്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ ഒരു 1-2 മിനിറ്റിലൊന്നും തീരില്ല. അതുകൊണ്ട് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്കിന്ന് ലഞ്ചിന് മുളപ്പിച്ച റാഗിദോശയാക്കിയാലോ. ഇവിടെ നല്ല തണുപ്പാവുകൊണ്ട് ഒരു 2-3 ദിവസം എടുത്തു കേട്ടോ ഇങ്ങനെയൊന്നും മുള പൊട്ടി വരാൻ. ഒരു കാത്തിരിപ്പായിരുന്നു. റാഗി എന്നൊക്കെ ഞാൻ ഇപ്പൊ കേട്ടു തുടങ്ങിയതാ. അമ്മയൊക്കെ പറയാറ് രായിന്നാ. പുള്ളി കാണുന്ന പോലെയല്ല കേട്ടോ. റിച്ച് ഇൻ കാൽഷ്യം, അയേൺ, പ്രോട്ടീൻ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ കുഞ്ഞു മക്കൾക്ക് വരെ റാഗി കൊടുക്കുന്നത്. മുളപ്പിച്ച റാഗി, അരിപ്പൊടി, തൈരും വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. ദോശക്കല്ലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കൊരു തേങ്ങാ ചട്നി അരയ്ക്കാം. ആവശ്യത്തിന് തേങ്ങ ചിരകിയത്, അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കുറച്ച് മുളക് പൊടിയും ഉപ്പും തൈരും വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഇനി സിമ്പിൾ. കടുവറ ആഡ് ചട്നി, ടേക്ക് എ സ്പൂൺ, 2 ഇളക്കൽ, ചട്നി റെഡി. ഇനി നല്ല ചൂടായ കല്ലോട്ട് അങ്ങോട്ട് ദോശ ഒഴിച്ച് പരത്തി ചുട്ടെടുക്കാം. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർക്കാട്ടോ. ആഹാ, ദോശയുടെ അതേ ടേസ്റ്റ്, പക്ഷെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷൻ.